ഒരു ശബ്ദമാണോ? മാത്രമല്ല ബി ജെ പി അദ്ദേഹത്തിന് കൊടുത്ത് ആദരിച്ചതാണ്. അത് ഇവിടെ ഈ ചർച്ചയിൽ എന്ത് ഈഴവ സമുദായത്തിന്റെ അതെ, അതായത് ഞാനൊരു കാര്യം ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട ഞാൻ കണ്ടിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ ആരുമല്ല ഞാൻ കണ്ടിച്ചല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളാരും കേട്ടില്ല. രണ്ടാമത്തെ വിഷയം, എനിക്കൊരു വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ചർച്ചയിൽ. എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ചർച്ച എന്തിനു വേണ്ടിയായിരുന്നു? കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വർഗീയ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അദ്ദേഹം സമൂഹത്തിന് അഴിമതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ എവിടെയെങ്കിലും ചർച്ച ചെയ്തോ? വെള്ളാപ്പള്ളി നടേശനെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായോ? ഇവിടെ 3 രാഷ്ട്രീയ പാർട്ടികളും ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നത്, ഇവിടെ ഞാനിപ്പോൾ സംസാരിച്ച് മനസ്സിലാക്കുന്നത്, അങ്ങ് ടോം ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാക്കുന്നത്, ഈ സാധാരണ നമ്മുടെ നാട്ടുപുറത്തുണ്ട്, ഈ ഉണക്കമീൻ കൊണ്ട് തല്ലി കിട്ടിയ പൂച്ചയ്ക്ക് കുഴപ്പമില്ലെന്ന് പറയും. വെള്ളാപ്പള്ളിയുടെ തല്ല് കിട്ടുന്ന ഇവർക്ക് ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, വെള്ളാപ്പള്ളിയുടെ തല്ലെന്ന് പറയുന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. എനിക്ക് കോൺഗ്രസിനെ പ്രതിയോട് ചോദിക്കാനുള്ളത്, ഇതേ അഭിപ്രായമാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത് വെള്ളാപ്പള്ളിയോട്. കാരണം അധികാരത്തിൽ ഇരുന്നപ്പെടുന്നത് ആ അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. 86 നിയമനം സംബന്ധിച്ച് ഒരു ചെറിയ കാര്യം തരാം. കേരളത്തിലെ 86 കോളേജുകളിൽ പ്രൊഫസർമാർ നിയമനം കഴിഞ്ഞ് LDF ഗവൺമെൻറ് ശരിയായി കൊടുത്താണ്. ആ നിയമനം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ടിയിട്ട് 22 നിയമനം കഴിഞ്ഞപ്പോഴത്തേക്ക് UDF ഗവൺമെൻറ് സ്റ്റേ ചെയ്ത് നിർത്തിവെച്ചു. ഇത് ശരിക്കും മനസ്സിലാക്കണം. നേരെ മറിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെള്ളാപ്പള്ളി വെച്ച അതേ ആൾക്കാരെ വെച്ചുകൊണ്ട് ഇന്റർവ്യൂ നടത്തിയിപ്പോടെ. ഇത് ശരിക്കും പറയാം ഉണക്കവിലോട് തല്ലുപോലെയല്ല. ഇതെന്താ കാര്യം? ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വർഗീയമൊന്നും അല്ല. ഇവിടെ എല്ലാം സമ്പത്താണ്. ഇത് വെള്ളാപ്പള്ളിയുടെ എല്ലാ നടപടികളെക്കുറിച്ച് നിങ്ങൾ വർഗീയ ചുരുക്കി കാണരുത്. ഇത് സമ്പത്താണ് എൻ്റെ ബിൽ. കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞ പോലെ 30,000 കോടിയിൽ പരം രൂപയുടെ നിയമനങ്ങൾ വെട്ടിപ്പുണ്ട്. അതോടൊപ്പം തന്നെ നടത്തിയ എല്ലാ സകല കണക്കില്ലായ്മ, SNDP കണക്കില്ല, SNDPക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല, SNDP തന്നെ ഭാരവാഹികളില്ല. ഇങ്ങനെയുള്ള ശരിക്കും പറയും UDF ഒന്നും ചെയ്യേണ്ട. ഒരൊറ്റ കാര്യം, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിതൃത്വ ചോദ്യം മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ അതുകൊണ്ട് മറുപടി കാണിക്കുന്നതല്ല ഞാൻ പറഞ്ഞു. ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിന് മുമ്പിരിക്കുന്ന ഫയല്, ശ്രീമാൻ സതീശന്റെ മുമ്പിരിക്കുന്ന ഫയലുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ഈ 124 തട്ടിപ്പ് കേസിൽ, പുൽപ്പള്ളി കേസിൽ വെട്ടിപ്പ് നടത്തേണ്ട ഫയലിരിപ്പുണ്ട്. ഒരു ഒപ്പിട്ടാൽ മതി ആരെങ്കിലും. ശരിക്കും പറയാം, ആ ഉദ്യോഗസ്ഥന് ഒപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നാളെ അധികാരത്തിൽ പുറത്തു പോകും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എൻ്റെ ചോദ്യമാണ്. അതായത് വെള്ളാപ്പള്ളിയുടെ 124 കേസുകളിൽപ്പെട്ട ഒരു സുപ്രധാനമായ ഫയൽ വെള്ളാപ്പള്ളി നടേശന് 420B അടക്കം ഗുരുതരമായ വെട്ടിപ്പുകൾ കൊണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കാൻ പറ്റിയ വകുപ്പ് കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ സഹായം ഇപ്പോഴും UDF ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അല്ലെങ്കിൽ മറുപടി പറയട്ടെ. കോൺഗ്രസിന്റെ പ്രതി പറഞ്ഞത് ഞങ്ങളത് ചെയ്യും, വെള്ളാപ്പള്ളിക്കാരെ ഞങ്ങൾ അനാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളി നിയമം അഴിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. വെള്ളാപ്പള്ളിക്കാരെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. വെള്ളാപ്പള്ളി കാണിച്ച വെട്ടിപ്പുകളും നിയമവിരുദ്ധം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? BJPക്ക് സാധിക്കുന്നുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചില്ല, കോൺഗ്രസിനോട് സാധിക്കുകയില്ല എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ഒറ്റ ചുരുക്കം, അധികം സംസാരിക്കേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പിലിരിക്കുന്ന ആ ഒരു ഫയൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ താഴെ പോകേണ്ടി വരും. കാരണം SN ട്രസ്റ്റിന്റെ 34B പ്രകാരം SNDPയുടെ ഭാരവാഹിയുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ കേസോ സാമ്പത്തിക വെട്ടിപ്പോ ഉണ്ടെങ്കിൽ അദ്ദേഹം അധികാരത്തിൽ മാറി നിൽക്കണം. ഈ ഒരു ഒറ്റ ഫയൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ വെള്ളാപ്പള്ളി വിപത്ത് അവസാനിക്കും. ഈ അഴിമതി മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇവർ പരസ്പരം ഇപ്പോൾ കൂട്ടിയിരുന്നുകൊണ്ട് പരസ്പരം എന്ന് പറഞ്ഞാൽ ഇവരാരും ചെയ്ത് ഒരു രാഷ്ട്രീയ പാർട്ടികളും വെള്ളാപ്പള്ളി വിഷയം വരുമ്പോൾ കണ്ണടയ്ക്കുന്ന ഞങ്ങളുടെ ആശയവും. ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഒരു അനീതിയും വേണ്ട, വെള്ളാപ്പള്ളിക്ക് നീതി. ഞങ്ങൾ പറഞ്ഞത് വെള്ളാപ്പള്ളിക്ക് നീതി കൊടുത്തോ? SNDP യോഗത്തിന്റെ ആഫീസ് ജപ്തിയിലാണ്. നിങ്ങൾക്ക് മനസ്സാഫീസ് ഈ ഗവൺമെന്റ് സാധിക്കുമോ? കേരളത്തിലെ പ്രബലമായ ഏറ്റവും വലിയ സമുദായമായ SNDP യോഗത്തിന്റെ ജപ്തി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പരിഹരിച്ചോ? SNDPയിലെ 2016 ആനുകൂല്യം കിട്ടുന്നില്ല, പരിഹരിച്ചോ? SNDPയിൽ പെട്ട പട്ടിണി പാവങ്ങൾ കിട്ടുന്ന 3% പലിശക്കുള്ള വായ്പ വെള്ളാപ്പള്ളി നടത്തി വെട്ടിപ്പണത് കിട്ടുന്നില്ല. തരുമോ? UDF വാങ്ങിച്ചു തരുമോ? പറയട്ടെ, UDF മറുപടി പറയട്ടെ. വാങ്ങിച്ചു തരാൻ പറ്റുമോ? SNDP ആഫീസ് മാറ്റി തരാൻ UDF സാധിക്കുമോ? ഇതെല്ലാം പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങളാണ്. അത് മാറ്റുവാനാണ് UDF തെരഞ്ഞെടുക്കപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.